പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ ഇന്നത്തെ പ്രാർത്ഥനയിലേക്ക് എല്ലാവരെയും യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാ ദിവസവും 8:30 മണിയോടെ ഈ പ്രാർത്ഥനയിൽ നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യവും കർത്താവിൻ്റെ ചൈതന്യവും നമ്മുടെ എല്ലാവരുടെയും ഇടയിലുണ്ടാകുന്നതോർത്ത് ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. നാം വിശ്വാസത്തോടുകൂടെ ആയിരിക്കുന്ന സ്ഥലത്തിരിക്കുമ്പോൾ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ദൈവം നമ്മുടെ മധ്യ വരികയാണ്. ഇത് വിശുദ്ധമായ സമയമാണെന്ന് കണ്ടുകൊണ്ട് ദൈവത്തെ വാഴ്ത്തിപ്പാടി ദൈവത്തെ സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന ആരംഭിക്കാം. എല്ലാ ദൈവമക്കളെയും കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിന് എനിക്ക് സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ആകാശവും ഭൂമിയും നിന്റെ സ്തുതികളാൽ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാവുന്നു. ബലവാനെ, നീ പരിശുദ്ധനാവുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹാ രാജാവേ, നിനക്ക് സ്തുതി. ബാറക്കുമാർ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക
മറുത്തുമറിയമേ തമ്പുരാനെ പറ്റിയ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കരുണയുള്ള കർത്താവ്, ഞങ്ങളുടെ ദൈവമേ, അനുഗ്രഹീതമായ ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നാഴികയിൽ യേശു ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വന്നിരിക്കുന്നതിനായി നന്ദി പറയുന്നു. കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ സ്പർശിക്കുമാറാകണമേ. അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഞങ്ങളൊരു പുതിയ മനുഷ്യനായി മാറണമേ. വിശുദ്ധമായ ഭാഗമായി ഞങ്ങൾ മാറണമേ. വചനം വ്യാഖ്യാനിക്കാനും പഠിക്കാനും ഞങ്ങൾ കൃപ തരണമേ. ഞങ്ങളുടെ ജോലി മേഖലകളും ഞങ്ങളുടെ വഴി യാത്രകളും കർത്താവ് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ ദൈവം ശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ സ്നേഹം കൂടുതൽ അനുഭവിപ്പാൻ ഭാഗ്യം തരണമേ. അശുദ്ധി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിത്തരണമേ. അന്ധകാരം ഞങ്ങളുടെ ജീവിതത്തിൽ നീക്കിക്കളയണമേ. ലോകാധിപതിയുടെ പിടിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. പരിശുദ്ധ ദൈവം ഞങ്ങളെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ. ആത്മാവ് ഞങ്ങളിൽ വന്ന് വ്യാപരിക്കണമേ. പരിശുദ്ധ റൂഹ ഞങ്ങളിൽ വന്ന് നിറയണമേ. ദൈവസ്നേഹം ഞങ്ങളുടെ ഉള്ളിൽ നിറയണമേ. തങ്കച്ചോറ് കൊണ്ട് ശിരസ് മുതൽ പാദം വരെയും കഴുകി ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി ദൈവം രൂപാന്തരപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ സാന്നിധ്യം കൊണ്ട് ഈ കൂട്ടായ്മ അനുഗ്രഹിക്കപ്പെടണമേ. വചനം കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ എല്ലാ മേഖലകളെയും ദൈവം വിശുദ്ധീകരിക്കുന്നതിനായി നന്ദി പറയുന്നു. പിതാവായ ദൈവമേ അങ്ങേക്ക് സ്തുതി, പുത്രനായ ദൈവമേ സ്തുതി, പരിശുദ്ധാത്മാവായ ദൈവമേ സ്തുതി. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിന് നന്ദി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെയും ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് ഈ സമയം നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്ന വേദഭാഗം തീത്തോസിന് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 7-8 വാക്യങ്ങൾ വായിച്ച് പരിശുദ്ധ റൂഹ നമുക്ക് ഏവർക്കും നൽകുന്ന ചിന്തകളെ ധ്യാനിക്കാം. 7-ാമത്തെ വാക്യം: നമ്മുടെ എതിരാളികൾ നമുക്കെതിരായി യാതൊരു ദൂഷ്യവും പറയുവാൻ സാധ്യമാകാതെ അവർ ലജ്ജിപ്പാൻ തക്കവണ്ണം നിന്റെ വിശ്വാസാധ്യാപനത്തിൽ നിനക്ക് പരിപക്വവും നിർദോഷവും ആരും ആക്ഷേപിപ്പാൻ സാധ്യമില്ലാത്തതുമായ പദ്യവചനവും ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് ഏറ്റവും പ്രയോജനകരമായ ഒരു സന്ദേശമാണ് പരിശുദ്ധ റൂഹ നമുക്ക് നൽകുന്നത്. എന്താണ് ഇതിൽ നമുക്ക് കിട്ടുന്ന മെസ്സേജ്? ഒന്നുകൂടി ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്കൊരു വിജയകരമായ ജീവിത വഴിയെ അവിടെ കാണാൻ കഴിയും. ജീവിതം പരാജയപ്പെടാൻ ഞാനോ നിങ്ങളോ ആരും ആഗ്രഹിക്കുന്നില്ല. ഉണ്ടോ? ആരും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഏത് മേഖലയിലും വിജയിച്ചു നിൽക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്, പ്രിയപ്പെട്ടവരെ. എന്നാൽ പരാജയം വരുമ്പോൾ നമ്മൾ തകർന്നു പോകാറുണ്ട്, നിരാശപ്പെട്ടും തീരാറുണ്ട്. എന്നാൽ ഇന്ന് തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഒരു പുതിയ ആശയത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധ്യമാകുകയാണ്. പരാജയത്തെ അത് വിജയത്തിന്റെ ചവിട്ടുപടിയായി പല വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്, പല പശ്ചാത്തലത്തിൽപ്പെട്ട ആളുകളുണ്ട്. ഓരോ നിലവാരത്തിലും ഓരോ സാഹചര്യങ്ങളിലുമുള്ള ആളുകൾ നിലകൊള്ളുമ്പോ യേശുക്രിസ്തുവിന്റെ അരികെ വരുന്ന ആളുകൾക്ക് മാത്രം പ്രത്യേകമായ ഒരു അനുഗ്രഹവും ഉയർച്ചയും അത്യുന്നതൻ നൽകുന്നതിന്റെ രഹസ്യം ഇത് തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, വിജയ ജീവിതത്തിന് നമ്മളുടെ ജീവിതത്തില് ഒരു പക്വതയുടെയും ഒരു അനുഗ്രഹത്തിൻ്റെതുമായ ഒരു വിശ്വാസ ജീവിതം ആവശ്യമാണ്. നിന്റെ വിശ്വാസാധ്യാപനത്തിൽ നിനക്ക് പരിപക്വവും നിർദോഷവും ആരും ആക്ഷേപിപ്പാൻ സാധ്യമില്ലാത്തതുമായ പദ്യവചനം ഉണ്ടായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു ഉപദേശത്തോട് ബന്ധപ്പെട്ട് പറയുന്നതാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രയോജനകരമാണ്. നാം നമ്മുടെ ജീവിതത്തില് ദൈവ വചനത്തെ ഏറ്റവും അധികമായി സ്വീകരിക്കണം. ഹല്ലേലൂയ.
ദൈവവചനത്തെ നാം എങ്ങനെയാണ് വിലയിട്ട് കാണുന്നത്? പദ്യവചനം നമുക്കുണ്ടായിരിക്കണം. നിങ്ങൾക്ക് വചനമുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ ദൈവവചനമുണ്ടോ? ദൈവവചനവുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ? പ്രിയപ്പെട്ടവർ, ഇല്ല എങ്കിൽ ഇന്ന് രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഏത് സമയത്താണോ കേൾക്കുന്നത് ആ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കണം, കർത്താവേ, എനിക്ക് പദ്യവചനം തരണം, എനിക്ക് വചനം നൽകണം, ശരിയായ വചനം നൽകണം, ശരിയായ ആശയം നൽകണം, ശരിയായ ചിന്ത നൽകണം. കർത്താവേ, ഈ വചനത്തെ പല രീതിയിലാണല്ലോ ആളുകൾ കാണുന്നത്. ചില ആളുകള് ഇതിനെ ഒരു പുസ്തകമായി കാണുന്നു, ഒരു തത്വചിന്തയായി കാണുന്നു, മതഗ്രന്ഥമായി കാണുന്നു. എന്നാൽ ഈ ദൈവത്തിന്റെ വചനം ജീവനുള്ള ദൈവം തന്നെയാണെന്ന് ആർക്കൊക്കെ വിശ്വസിക്കാനും കാണുവാനും അതിൻ്റെ ഉള്ളിലുള്ള ദൈവ സാന്നിധ്യം മനസ്സിലാക്കാനും സാധ്യമാകുന്നുണ്ടോ അവരുടെ ജീവിതമാണ് ഏറ്റവും ശ്രേഷ്ഠമായി വരുന്നത്. നമുക്ക് സ്വന്തമായി ഈ ദൈവത്തിന്റെ തിരുവചനവുമായി അപ്രകാരം ഒരു ബന്ധം ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക, തിരുവചനത്തിനു വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുക. പക്വതയോടുകൂടി ചിന്ത എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിന്റെ നല്ല വ്യാഖ്യാനങ്ങൾ, ദൈവവചനത്തിന്റെ നല്ല ചിന്തകൾ. ദൈവവചനം തെറ്റായി പഠിപ്പിക്കാനായിട്ട് സാധ്യമാകും, ദൈവവചനം തെറ്റായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയും. എന്നാൽ നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ തിരുവചനത്തിന് വളരെ ജീവിതവുമായി ബന്ധമുള്ളതും ഇഴചേർന്ന് ഇരിക്കുന്നതുമായിട്ട് കാണാനായിട്ട് സാധ്യമാകുകയാണ്. അങ്ങനെ പക്വതയോടുകൂടി വളരെ മച്ചുറായി ദൈവത്തിന്റെ വചനത്തെ ഏറ്റവും ശക്തമായി സ്വീകരിക്കുന്ന വ്യക്തിത്വങ്ങളായി നമ്മൾ ഓരോരുത്തരും മാറണം. നമ്മുടെയൊക്കെ ജീവിതത്തില് പ്രിയപ്പെട്ടവരെ ലൈഫ് ചേഞ്ച് ചെയ്യപ്പെടുന്ന സാഹചര്യമാണ് വചനം നമ്മുടെ ഉള്ളിൽ ഉരുവാകുമ്പോൾ. ദൈവത്തിന്റെ വചനം അത് അസ്ഥിമജ്ജകളെ തുളച്ചു കയറുന്നതാണെന്ന് വചനം പറയുന്നുണ്ട്. ദൈവത്തിന്റെ തിരുവചനം ധ്യാനിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർ ക്രിസ്തുവുമായിട്ട് ഒന്നായി മാറുകയാണ്. യേശു ക്രിസ്തു അവരിൽ ഉരുവാകുകയാണ്, യേശു ക്രിസ്തു അവരിൽ നിറഞ്ഞു വരികയാണ്. നിങ്ങൾ ചോദിക്കുക, ഞാൻ പ്രാർത്ഥിക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ചിന്തിക്കാനും കഴിയണം. കർത്താവേ, അങ്ങയുടെ ജീവനുള്ള വചനം ഏറ്റവും പക്വതയോടുകൂടി ഏറ്റവും ശ്രേഷ്ഠമായി ഉപയോഗിക്കുവാൻ എനിക്ക് നൽവരം തരണം, എനിക്ക് ബലമേകണം, എനിക്ക് ശക്തി നൽകണം. ഞാൻ അതിൽ ഉയരുവാനും ഞാൻ അതിൽ അനുഗ്രഹിക്കപ്പെടുവാനും സംഗതിയാകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവവചനത്തിന് വളരെ പക്വമായ സ്ഥാനം ഒന്നാമത്തെ ചിന്തയുള്ളപ്പോൾ രണ്ടാമത്തെ ചിന്ത നിർദോഷമായി. അർത്ഥം എന്താന്ന് ചോദിച്ചാല്, പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനം എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് അത് ആരും കുറ്റം പറയാൻ ഇടവരാത്ത രീതിയിൽ ഏറ്റവും മനോഹരമായ രീതിയിൽ ദൈവവചനം ഉപയോഗിക്കുവാൻ നമുക്ക് ഏവർക്കും സാധ്യമാകണം. ഹല്ലേലൂയ. ആർക്കും കുറ്റം പറയാൻ ഇടവരാത്ത രീതിയിൽ ഏറ്റവും പക്വതയോടുകൂടെ നമുക്ക് ദൈവത്തിന്റെ ജീവനുള്ള വചനത്തെ എടുക്കുവാൻ സാധ്യമാകണം, നിർദോഷമായി. ഹല്ലേലൂയ. നമ്മളൊക്കെ ദൈവവചനം പല സമയങ്ങളിൽ വായിക്കാറുണ്ട്. ആളുകൾ മരിച്ചു കഴിയുമ്പോൾ വായിക്കും, അതുപോലെ ബർത്ത്ഡേ ഫംഗ്ഷൻ, അതുപോലെ തന്നെ വെഡിങ് സെറിമണീസ്, ഇവിടെയൊക്കെ നമ്മൾ വേദപുസ്തകം വായിക്കാറുണ്ട്. എന്നാൽ ദേവാലയത്തിൽ വേദപുസ്തകം വായിക്കുന്നത് എത്രമാത്രം ഭവ്യതയോടുകൂടിയാണ്, എത്രമാത്രം അടുക്കും ചിട്ടയോടും കൂടിയാണ്. അത് സഭയുടെ ആഹ്വാനം കൂടിയാണ്. അടുക്കത്തോടും വണക്കത്തോടും ഭയത്തോടും കൂടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ തിരുവചനം കേൾക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത്രത്തോളം ഭയത്തോടും വിറയലോടും കൂടെ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കുന്ന പാരമ്പര്യമാണ് നമുക്കുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്കും നമ്മുടെ ക്ലാസ്റ്റായിരിക്കുന്ന ആഘോഷങ്ങളിലേക്കും ദൈവത്തിന്റെ വചനത്തെ കൊണ്ടുവരികയും അത് വളരെ മാന്യമായ രീതിയിൽ സാക്ഷ്യത്തോടെ ജീവിതത്തിലൂടെ തന്നെ പ്രഖ്യാപിക്കാൻ കഴിയുകയും ചെയ്യുമ്പോൾ നമ്മൾ ദൈവവചനവുമായി
ഒരു രീതിയിലും ആരുടെയും കുറ്റം സ്വീകരിക്കാൻ ഇടവരാതെ വരികയാണ്. ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം, കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ജീവനുള്ള ദൈവം നമ്മുടെ കൂടെയുണ്ട്, അത്യുന്നതനായ ദൈവം നമ്മുടെ അരികിലുണ്ട്. അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവവചന ബന്ധത്തിന്റെ കളങ്കമില്ലാത്ത ഈ അനുഭവം ഉണ്ടാവുകയാണ്. നിന്റെ വിശ്വാസാധ്യാപനത്തിൽ നിനക്ക് പരിഭാഗവും നിർദോഷവും ആരും ആക്ഷേപിക്കാൻ സാധ്യമല്ലാത്തതുമായ ഒരു മനുഷ്യനും നിന്നെ കുറ്റം പറയില്ല. എന്നാൽ ഇന്ന് ചിലപ്പോഴൊക്കെ ഞാൻ കാരണം, ബലഹീനനായ ഞാൻ കാരണം ദൈവവചനം ദുഷിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാമോ? അത്രമാത്രം ഉയരുന്നില്ല പ്രിയപ്പെട്ടവരെയും. എന്നാൽ എന്റെ ഒരാഗ്രഹവും പ്രാർത്ഥനയും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം. ദൈവവചനം എടുത്തതുകൊണ്ട് ആ മനുഷ്യൻ സമൂഹത്തിലും ജീവിതത്തിലും ഏറെ സാക്ഷ്യമുള്ളവനായി തീർന്നുവെന്ന്. അങ്ങനെയാകാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റുള്ളവർ നമ്മെ നോക്കി കുറ്റം പറയും. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാതൃകാപരമായി ജീവിപ്പാൻ നമുക്ക് കഴിയണം. അതിന് നമുക്ക് പ്രാർത്ഥിക്കാൻ ഇടവരട്ടെ പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും ആക്ഷേപിക്കാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. നാം ദൈവത്തിന്റെ മക്കളാകുമ്പോ നമുക്ക് ദൈവത്തോട് ചേർന്ന പക്വതയും ദൈവത്തോടുകൂടിയ വിവേകവും പരിജ്ഞാനവും ഉയർച്ചയും ആവശ്യമാണ്. സ്വർഗസ്വനായ ദൈവം നമുക്ക് ഏവർക്കും അത് നൽകും. ബലഹീനമായ നമ്മുടെ ജീവിതത്തിൽ അവനത് നൽകും. നിങ്ങൾക്ക് വിശ്വാസമില്ലേ? പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലേ? ദൈവം നമ്മുടെ ഉള്ളിൽ വചനം നൽകും. ഹല്ലേലൂയ. വചനത്തെ കുറിച്ച് പറയുന്നത് അത് വിശ്വസിക്കുക നമുക്ക് ദൈവശക്തി എന്നാണ്. നശിച്ചു പോകുന്നവർക്ക് അത് മോക്ഷത്വമാണ്. വിശ്വസിക്കുന്ന നമുക്കോ ദൈവശക്തിയാണ്. നിർദോഷമായ രീതിയിൽ, ആരും ആക്ഷേപിപ്പാൻ ഇടവരാത്ത രീതിയിൽ, സാധ്യമല്ലാത്ത രീതിയിൽ പഥ്യവചനം എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. ഇഴചേർന്നിരിക്കുക. ആർക്കും കുറ്റപ്പെടുത്താൻ കഴിയാത്ത രീതിയിൽ ജീവിതവുമായി ഈ വചനം വല്ലാതെ ചേർന്നിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക. കുടുംബവുമായി ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുക. കൂട്ടായ്മയുമായി ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുക. കൂടിവരവുകളുടെ നടുവിലെല്ലാം ദൈവവചനം ഉദ്ഘോഷിക്കാൻ ആഗ്രഹിക്കുക. സ്വർഗസ്ഥനായ ദൈവം എത്ര വലിയ കാര്യമാണ് നമുക്ക് ചെയ്തു തന്നത്. ദൈവത്തെ നമുക്ക് വാഴ്ത്താം, ദൈവത്തെ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രിയപ്പെട്ടവരായ ദൈവമക്കളെ, കർത്താവിനെ നമുക്ക് മഹത്വീകരിക്കാം. ജീവിക്കുന്ന ദൈവം നമ്മുടെ അരികെ വന്നിട്ടുണ്ട്. അങ്ങനെ പഥ്യവചനത്തിന്റെ സമ്പാദ്യമുള്ള മനുഷ്യനായി ഞാൻ മാറുമ്പോൾ നിർദോഷമായ ജീവിതത്തിൽ ആരും ആക്ഷേപിക്കാൻ കഴിയാത്ത ജീവിത സാഹചര്യത്തില് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വീകരിക്കുന്നു. അതിപരിശുദ്ധവും വിശുദ്ധവും അനുഗ്രഹവുമായ വഴികളിലൂടെ ദൈവം നമ്മെ നടത്തുകയാണ്. ഒരു സ്ഥലത്തും തോറ്റുപോകാതെ ദൈവം നമ്മെ പരിപാലിക്കുകയാണ്. ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ അരികിലുണ്ട്. കർത്താവിന്റെ വിലയേറിയ സാന്നിധ്യം നമ്മളുടെ അരികിലുണ്ട്. ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ അരികിലുണ്ട്. പരിശുദ്ധ ദൈവം നമ്മെ സ്പർശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്താ വിഷയം എന്താണ്? ഒരു മനുഷ്യൻ ജീവിതത്തിൽ വിജയിക്കുവാൻ, വിജയ ജീവിതം നയിപ്പാൻ, ജയജീവിതം നയിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ് ആക്ഷേപത്തിനിടവരാത്തതും നിർദോഷവും ആയ പഥ്യവചനം. ആ പഥ്യവചനത്തിലൂടെ എന്റെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിച്ചു വരണം. വിശ്വാസാധ്യാപനത്തിൽ നിനക്ക് പരിപക്വതയും. അങ്ങനെ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുന്നത് വഴി, ദൈവത്തിന്റെ വചനത്തെ ഉള്ളിൽ സ്വീകരിക്കുന്നത് വഴി, യേശുവിൽ വളരുന്നത് വഴി, ഹല്ലേലൂയ, കർത്താവ് എന്റെ ജീവിതത്തിൽ ബലപ്പെട്ടു വരികയാണ്. ഇപ്പോൾ നമ്മുടെ അരികെ ആരുണ്ട്? കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. സ്വർഗരാജ്യത്തിന്റെ സാന്നിധ്യമുണ്ട്. ആ പരിശുദ്ധാത്മാവിന്റെ യേശുവിന്റെ ശക്തി നമ്മളിൽ നിറഞ്ഞു വരികയാണ്. നമ്മളിൽ ശക്തമായി വ്യാപരിക്കുകയാണ്. ദൈവത്തിന് സ്തുതി, കർത്താവിന് ആരാധന. പരിശുദ്ധ ദൈവമേ, നിനക്ക് കൊടാനുകോടി സ്തുതിയും സ്തോത്രവും അടിയങ്ങൾ സമർപ്പിക്കുകയാണ്. നല്ല നാഥ, നിനക്ക് സ്തുതി. നല്ല കർത്താവേ, നിനക്ക് ആരാധന. പരിപക്വമായ ഒരു ജീവിതം തരണമെന്ന് പ്രാർത്ഥിക്കുക. അപ്പോ വിശ്വാസം വർദ്ധിച്ചു വരും. വിശ്വാസം വർദ്ധിച്ചു വന്നാൽ സമാധാനമായി. എന്താണ് സമാധാനത്തിന് കാരണം? വിശ്വാസമുള്ളൊരു മനുഷ്യനാണ് നിത്യതയെ കുറിച്ച് ബോധ്യം കിട്ടുന്നത്. വിശ്വാസമുള്ള മനുഷ്യനാണ് സ്വർഗരാജ്യത്തിൽ എനിക്കൊരു ഭൗമ ഭവനമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിശ്വാസമുള്ള മനുഷ്യനാണ് സ്വർഗരാജ്യത്തിൽ എനിക്കൊരു ഭൗമ ഭവനമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം, കർത്താവിന് മഹത്വം.
അങ്ങനെ പദ്യവചനം എൻ്റെ ഉള്ളിൽ വരുമ്പോൾ വിശ്വാസ ജീവിതം വർദ്ധിച്ചു വരുന്നു. വിശ്വാസ ജീവിതം വർദ്ധിച്ചു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, എനിക്ക് ദൈവബന്ധം വരുന്നു, സ്വർഗീയ ബന്ധം വരുന്നു. നോക്കൂ, നമ്മുടെ ജീവിതം വിജയകരമായ വഴിയിലേക്ക് എത്തുകയാണ്. നാം ശരിയായ മാർഗത്തിലെത്തുകയാണ്. രണ്ട് വഴികളെ കുറിച്ച് എപ്പോഴും ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. ഒന്ന് ഇടുക്കത്തിലേക്കുള്ള വഴി, രണ്ട് നാശത്തിലേക്ക് അല്ലെങ്കിൽ അനുഗ്രഹത്തിലേക്കുള്ള വഴി. ഹല്ലേലൂയ. നാശത്തിന്റെയും മറ്റൊന്ന് അനുഗ്രഹത്തിന്റെയും. അനുഗ്രഹത്തിന്റെ വഴി ഇടുക്കുമെന്ന് തോന്നും, നാശത്തിന്റെ വഴി വിശാലമെന്ന് തോന്നും. എന്നാൽ നിർദോഷവും ആക്ഷേപത്തിനിടവില്ലാത്തതുമായ പദ്യവചനത്താൽ എന്റെ ജീവിതം നിറയുമ്പോൾ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയായ വചനത്തോട് നാം ബന്ധപ്പെട്ട് യേശുക്രിസ്തുവിനോട് ചേർന്ന് വളർന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിലാകുമ്പോൾ, കർത്താവിൽ സ്നേഹമുള്ളവരെ, കുഞ്ഞുങ്ങളും മധ്യപ്രായത്തിലുള്ളവരും വാർദ്ധക്യത്തിലുള്ളവരും എന്ന വ്യത്യാസമില്ലാതെ എല്ലാ പ്രിയപ്പെട്ടവരിലും ദൈവത്തിന്റെ പരിശുദ്ധ ശക്തി വ്യാപരിച്ച് പരിഭാഗമായ ഒരു വലിയ അനുഭവം നമുക്കുണ്ടായിട്ട്, ദൈവത്തിന്റെ വലിയ സ്നേഹം ഉണ്ടായിട്ട്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം വർദ്ധിച്ച് നാം വിജയ ജീവിതത്തിലേക്ക് നടക്കുകയാണ്. വിജയ ജീവിതത്തിലേക്ക് നടക്കുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മർത്തയുടെയും മറിയത്തിന്റെയും ഭവനത്തിൽ യേശു ആയിരിക്കുമ്പോൾ മർത്തയോട് പറയുന്ന, മർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെടുന്നു, എന്നാലോ മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. നിനക്ക് ആഗ്രഹമുണ്ടോ? നീ ദൈവത്തിന്റെ വചനം കേൾക്കുക, ദൈവത്തിന്റെ വചനം തിരഞ്ഞെടുക്കുക, ദൈവാതിരുസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുക. സ്വർഗസ്വനായ ദൈവം നമുക്ക് ജയജീവിതം നൽകുകയാണ്. ഇന്ന് നാം വിലയില്ലാത്തവരും നാം ഇന്ന് കുറവുള്ളവരുമാകാം. പക്ഷേ നീ സമർപ്പണമെടുത്ത്, യേശുവേ, എന്റെ ജീവിതത്തിൽ രാജാതിരാജാവായി വരണമെന്ന് പറയുമ്പോ നിർദോഷമായ അല്ലെങ്കിൽ ദോഷമില്ലാത്തതായ പക്വതയുള്ള ഒരു ജീവിതത്തിലേക്ക് വരികയാണ്. ഇന്ന് നമ്മൾ കുറവുള്ളവരാണ്, ഇന്ന് നമ്മൾ തകർന്നവരാണ്, ആരുമില്ലാത്തവരാണ്, ഏകരായിരിക്കുന്നവരാണ്, വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങളിൽ അകപ്പെട്ടവരാണ്. എന്നാൽ സ്വർഗസ്വനായ ദൈവം നമുക്ക് നൽകുന്ന ചിന്ത എത്രയോ ശ്രേഷ്ഠമാണ്. അതിപരിശുദ്ധവും അതിശക്തവും അനുഗ്രഹവുമായ ദൈവചിന്തയിൽ ഏറ്റവും ഉന്നതമായ വഴികളിൽ ദൈവത്തിന്റെ സ്നേഹത്തിൽ നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വീകരിക്കുവാനും സാധ്യമാകുകയാണ്. നാം വിലയില്ലാത്തവരാണെങ്കിൽ ഈ പദ്യവചനവുമായി ബന്ധം വരുമ്പോൾ വിലയുള്ളവരായി മാറുന്നു. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം, ഈ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം ആദ്യ വാക്യം പറയുന്നു, വചനം ദൈവത്തോടു കൂടെ, ദൈവം തന്നെയാണ്, ദൈവമാണ് എൻ്റെ ഉള്ളിൽ ഉരുവായി വരുന്നത്. ദൈവത്തെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് വചനത്തിനു വേണ്ടി ദാഹിക്കുക, ദൈവവചനത്തിന് വേണ്ടി കാംക്ഷിക്കുക. ശിരസ്സുകളെ നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു ജയ ജീവിതത്തിന്റെ സന്ദേശം നീ ഞങ്ങൾക്ക് നൽകിയല്ലോ. വിജയകരമായ ഒരു ജീവിതത്തിന് നീ ഞങ്ങളെ ഒരുക്കണമേ. വിജയകരമായ ഒരു ജീവിതത്തിന് നീ ഞങ്ങളെ ഒരുക്കണമേ. അങ്ങയുടെ ജീവനുള്ള വചനം ഞങ്ങളുടെ ഉള്ളങ്ങളിൽ ശക്തമായി വ്യാപരിക്കണമേ. പരിശുദ്ധ ദൈവമേ, തങ്കച്ചോരയാലെ ഞങ്ങളെ ശിരസ് മുതൽ പാദം വരെയും കഴുകണമേ. ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ അസുഖങ്ങൾ സൗഖ്യമാകണമേ. യേശുവിന്റെ കര ഞങ്ങളോട് ചേർത്ത് വെക്കണമേ. വീണുപോകാൻ ദൈവം അനുവദിക്കരുതേ. താളടിയാകാൻ ദൈവം അനുവദിക്കരുതേ. അശുദ്ധിയിൽ നിന്നും തിന്മയിൽ നിന്നും അന്ധകാരത്തിൽ നിന്ന് കർത്താവേ, നീ ഞങ്ങളെ മായിച്ചു കളഞ്ഞ് ഞങ്ങൾക്ക് ശുദ്ധി തരണമേ. പരിശുദ്ധ ദൈവമേ, നിനക്ക് സ്തോത്രം. പരിശുദ്ധ ദൈവമേ, നിനക്ക് സ്തുതി. പരിശുദ്ധ ദൈവമേ, നിനക്ക് ആരാധന. ഈ നാഴികയിൽ നീ ഞങ്ങളുടെ മേൽ വലിയ അഭിഷേകം ചൊരിഞ്ഞു തരണമേ. കർത്താവേ, നീ ഞങ്ങളുടെ മേൽ വലിയ അഭിഷേകം ചൊരിഞ്ഞു തരണമേ. യേശുവേ, നീ ഞങ്ങളെ വന്ന് സ്പർശിക്കണമേ. പരിശുദ്ധമാവേ, ഞങ്ങളുടെ ഇടയിൽ ശക്തമായി വ്യാപരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വേദനകൾ എടുത്തു മാറ്റണമേ. ഞങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ ജോലി മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഒരു വിശുദ്ധ ജീവിതത്തിന് കർത്താവ് ഞങ്ങൾ ഒരുക്കണമേ. ലോകത്തിന്റെ അധിപതിയിൽ നിന്ന്, പിശാചിന്റെ കെട്ടിൽ നിന്ന്, പൈശാചികമായ ബാധകൾ ഞങ്ങളെ വിടുവിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷകൾ, ഞങ്ങളുടെ വഴിയാത്രകൾ ഏറെ അനുഗ്രഹീതമാകണമേ. പരിശുദ്ധ ദൈവമേ, പരിശുദ്ധ ദൈവമേ, പരിശുദ്ധ ദൈവമേ, പരിശുദ്ധ ദൈവമേ, നിനക്ക് ആരാധന. നിത്യപിതാവേ, നിനക്ക് ആരാധന. നിത്യപിതാവേ, നിനക്ക് ആരാധന. നിത്യപിതാവേ, നിനക്ക് ആരാധന. നിത്യപിതാവേ,
നിനക്ക് ആരാധന. പിതാവായ ദൈവമേ നിനക്ക് ആരാധന. പുത്രനായ ദൈവമേ നിനക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ നിനക്ക് ആരാധന. ഈ ചാനലിലൂടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ചേർന്നിരുന്ന ലോകം മുഴുവനായി പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ഒരു പുതിയ ജീവിതം കർത്താവ് തരണമേ. ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനും ഞങ്ങളായിരിക്കുന്ന മേഖലകളെ ദൈവം അനുഗ്രഹിക്കുന്നതിനുമായി നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി, കർത്താവിന് മഹത്വം, ദൈവത്തിന് ആരാധന. കർത്താവേ, ഇന്ന് രാത്രിയുടെ യാമം ദൈവമേ ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയുടെ പ്രയാസങ്ങൾ മാറുവാൻ, വേദനകൾ മാറുവാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, അഭിഷേക തലങ്ങൾ വ്യാപരിപ്പാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി ഈ ശുശ്രൂഷ ഏറ്റെടുത്ത് നടത്തുന്ന കുടുംബത്തെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. ആ കുടുംബത്തെ എല്ലാ അർത്ഥത്തിൽ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ മക്കളെ ദൈവം വിശുദ്ധീകരിക്കണമേ. അവരുടെ മാതാപിതാക്കളെ, അവരുടെ ജോലി മേഖലകളെ കർത്താവ് വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിലേക്ക് ഓഫറിംഗ് സമർപ്പിച്ചവരായ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവ് കരം വെച്ചവരെ അഭിഷേകം ചെയ്ത് അനുഗ്രഹിച്ച് ഉയർത്തി വലുതാക്കണമേ. നിന്റെ സ്നേഹം എത്ര വലുതെന്ന് കണ്ടുകൊണ്ട് നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും കർത്താവെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. അത്യുന്നതനായ ദൈവത്തിന് കാതീശ് പാടുന്നു. ദൈവത്തെ ഞങ്ങൾ മഹത്വീകരിക്കുന്നു. അതിപരിശുദ്ധവും സ്നേഹവുമായ വഴികളിലൂടെ കർത്താവ് ഞങ്ങളെ നടത്തുകയും പരിശുദ്ധമായ അഭിഷേകത്തിൽ ഞങ്ങൾ ധന്യമായി ദൈവം ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമേ. തങ്കച്ചോര കൊണ്ട് ശിരസ് മുതൽ പാദം വരെ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമേ. തമ്പുരാനെ പറ്റി അമ്മയുടെ മധ്യസ്ഥതയാലെ ഈ കൂട്ടായ്മയും ഇന്ന് വചനം കേട്ടവരും കേൾക്കാൻ പോകുന്നവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ദൈവമേ, സ്ലീഹന്മാരുടെയും പ്രത്യേക മാർത്തോമാസ്ലിഹായുടെയും ബർബാസിലിയോസ് ബാവായുടെയും ദൈവമേ സകല പരിശുദ്ധന്മാരുടെയും മാധ്യസ്ഥതയാൽ ഞങ്ങളുടെ കൂട്ടായ്മയും ഞങ്ങളുടെ ജീവിതവും അനുഗ്രഹിക്കപ്പെടണമേ. രോഗസൗഖ്യം കൊണ്ട് ഞങ്ങൾ നിറച്ചു നിർത്തണമേ. ഞങ്ങളുടെ നാവിനെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഞങ്ങളെ പരിപാലിക്കണമേ. നല്ലവനായ ദൈവത്തിന് സ്തുതി, കർത്താവിന് മഹത്വം. പരിശുദ്ധ ദൈവമേ നിനക്ക് സ്തോത്രം. പരിശുദ്ധ ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ നിനക്ക് സ്തുതി. പരിശുദ്ധ ദൈവമേ നിനക്ക് സ്തുതി. പരിശുദ്ധ റൂഹ നിനക്ക് സ്തുതി. പരിശുദ്ധ ദൈവമേ നിനക്ക് സ്തുതി. പരിശുദ്ധ ദൈവമേ നിനക്ക് ആരാധന. പരിശുദ്ധ ദൈവമേ നിനക്ക് സ്തുതി. പരിശുദ്ധ ദൈവമേ നിനക്ക് ആരാധന. നിത്യപിതാവേ നിനക്ക് സ്തുതി. നിത്യപിതാവേ നിനക്ക് ആരാധന. അത്യുന്നതനേ നിനക്ക് ആരാധന. പരിശുദ്ധ ദൈവമേ നിനക്ക് ആരാധന. നല്ലവനായ ദൈവമേ നിനക്ക് ആരാധന. പരിശുദ്ധ ദൈവമേ നിനക്ക് ആരാധന. നല്ലവനായ കർത്താവേ നിനക്ക് ആരാധന. പരിശുദ്ധ ദൈവമേ നിനക്ക് ആരാധന. നല്ലവനായ കർത്താവേ നിനക്ക് ആരാധന. യേശുവിന് സ്തോത്രം, ദൈവത്തിന് സ്തുതി. ഞങ്ങൾ ശുശ്രൂഷിച്ചവരോടും ഞങ്ങളിന്ന് വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ദിവസത്തിൽ വിനയപ്പെടുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹയുടെയും നാമത്തിൽ തന്നെ ആമീൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവായ യേശു മശീഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കൃത്യം 8:30 മണിക്ക് തന്നെ എല്ലാ ദിവസവും നമ്മുടെ മീറ്റിംഗ് ആരംഭിക്കും. നിങ്ങൾ എല്ലാവരും 8:30 മണിക്ക് ജോയിൻ ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുമല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരും അംഗങ്ങളാണെന്ന് ഓർക്കുക. അത് മാത്രമല്ല, ലോകം മുഴുവനുമായി നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. പല രാജ്യങ്ങളിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ നമ്മുടെ കുടുംബങ്ങൾ സമ്മേളിക്കുന്നു. ദൈവത്തിന്റെ തേജസ് നമ്മളുടെ ജീവിതത്തിൽ ഇറങ്ങി വ്യാപരിക്കുന്നു. ദൈവത്തെ നമുക്ക് വാഴ്ത്താം. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ ഇന്ന് ഏറ്റെടുത്ത് നടത്തിയ കുടുംബത്തെ ഏറെ നന്ദിയോടെ ദൈവത്തിന് സമർപ്പിക്കുന്നു. അവരുടെ ചിന്തകളിൽ, ജീവിത വഴികളിൽ ദൈവം അവരെ കരുതട്ടെ.
ഈ പ്രാർത്ഥനകൾ ഷെയർ ചെയ്യുകയും ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ധാരാളം വ്യക്തിത്വങ്ങളുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വീകരിക്കുന്നു. നല്ല കർത്താവേ, നിനക്ക് കോടാനുകോടി നന്ദി. പിതാവായ ദൈവമേ, അങ്ങേ ഞങ്ങൾ സ്തുതിച്ചുകൊണ്ട്, അങ്ങേ ഞങ്ങൾ ആരാധിച്ചുകൊണ്ട്, എല്ലാവർക്കും ഒരു കൂടി നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.